മണം കുറയും. എന്നാലും ആരുടെയും തൊട്ടടുത്ത് പോയി നിന്ന് സംസാരിക്കണ്ട. അതെ കേശവേട്ടാ. എത്തിയോ? അതെ വന്നോട്ടോ. മമ്മി ഒരു കളി നിർത്തടാ. ഒന്ന് നടക്കടാ. വരൂ വരൂ വരൂ. എന്താ കുമാറെ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? ഞാൻ പിന്നെ അവന് യാത്രാക്ഷീണമാ. കാറിൽ കുറെ നേരം ഇരുന്നതല്ലേ. ഓ അതായിരിക്കും, എനിക്ക് തോന്നി. വരൂ. ഓ നല്ല സൂപ്പർ പെർഫ്യൂം ആണല്ലോ കുമാരേട്ടാ. ഏതാ ബ്രാൻഡ്? ബ്രാൻഡ് പെർഫ്യൂം. വിദേശത്ത് നിന്ന് കൊണ്ടുവന്നായിരിക്കും അല്ലേ? കറക്റ്റ്. ഞാനും വിചാരിച്ചു ഇവിടെ കിട്ടുന്ന മണമൊന്നും അല്ല ഇത്. അല്ല വന്നിട്ട് എല്ലാവരും ഇങ്ങനെ നിന്നാ മതിയോ? അകത്തേക്ക് വരൂ. വാ വരൂ. മേഘേ, എല്ലാവർക്കും കുടിക്കാൻ വെള്ളം എടുത്തേ. അങ്ങളെ ആന്റി, നിങ്ങൾ വിഷമിക്കണ്ട. കുമാരേട്ടന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ അങ്ങോട്ട് ചെല്ല്. മോനെ, ഇവൻ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാലോ? ഒന്നുമില്ല ആന്റി, ധൈര്യമായിട്ട് വെക്കും. എടാ മരവാഴെ, ഈ പയ്യൻ പറയുന്ന കേട്ട അടങ്ങി ഒതുങ്ങി നിന്നോണം. വാ തുറന്ന് നാണം കെടുത്തരുത്. ഞാൻ നീ ഒന്നും ചെയ്തെന്നാ പറയുന്നേ കേട്ടോ. മര്യാദക്ക് നിന്നാ മതി. ആന്റി പേടിക്കണ്ട. അമ്മ പേടിക്കൊന്നും വേണ്ട. ഞാൻ നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾ അകത്തേക്ക് ചെന്നോളൂ. നടക്ക മോനെ. ആദി മിണ്ടാതിരിക്കി. കുമാരേട്ടാ, ഇനി ഞാൻ പറയുന്നത് പോലെ മാത്രം കാര്യങ്ങൾ ചെയ്താൽ മതി. ഓക്കെ? ഞാൻ ചിരിക്കാൻ പറഞ്ഞാൽ ചിരിക്കണം, തലയാട്ടം പറഞ്ഞാൽ തലയാട്ടണം. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാ എന്നെ നോക്കണം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സ്വന്തം ഇഷ്ടത്തിന് വാ തുറക്കരുത്. എന്താ മോളെ? എന്ത് പണിയാ ശ്രീയേട്ടൻ കാണിച്ചത്? എടി ഞാനെന്ത് ചെയ്ത്? അമൃതടുത്തിയെ ഒറ്റയ്ക്ക് വീട്ടിലാക്കിയിട്ട് നിങ്ങൾ എല്ലാവരും കൂടി ഇങ്ങോട്ട് പോകുന്നത് ശരിയായില്ല ശ്രീയേട്ട. എടി അതെന്താ മാളൂട്ടി നീ അങ്ങനെ പറയുന്നേ? ഏട്ടത്തി ഇപ്പൊ വീട്ടിൽ ഒറ്റയ്ക്കല്ലേ? ഇനിയും എന്തെങ്കിലും കടുങ്കായ്ക്ക് ശ്രമിച്ചാലോ? മാളു, നീ എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല ശ്രീയേട്ട. മോളെ, ഞാൻ അമൃതയെ വിളിച്ചതാ. അവക്ക് നല്ല തലവേദന, അതുകൊണ്ടാ വരായിരുന്നേ. മോളെ, ഏട്ടത്തിന്റെ കാര്യത്തിൽ നീ വിഷമിക്കണ്ട. നാളെ നിന്റെ കല്യാണത്തിന് ഏട്ടത്തി ഉറപ്പായിട്ടുണ്ടാവും. ശ്രീകുട്ടാ, ഒന്നിങ്ങ് വന്നേ. അതാ വരുന്നമ്മേ. ശ്രീയേട്ട. എന്താ മോളെ? അല്ല, അമൃതടുത്തി ശ്രീയേട്ടനോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഇല്ലല്ലോ. എന്താ മാളൂട്ടി? ഒന്നുമില്ല ശ്രീയേട്ട. മോളെ, നീ വെറുതെ ഓരോന്ന് ആലോചിച്ച് ടെൻഷൻ ആകണ്ട. അമ്മേ, ദേവി, വെളിച്ചപ്പാടിന് എഴുന്നള്ളി തന്നെ. എല്ലാരും വേഗം വരാ. ഈശ്വര, ഈശ്വര. പൈതങ്ങളവിടെ. വധുവരന്മാരെ അനുഗ്രഹിക്കാനാണ് അമ്മ എഴുന്നള്ളി വന്നിരിക്കുന്നത്. ഇപ്പൊ കൂട്ടിക്കൊണ്ടുവരാം. മോനെ, പോയി മോളെ വിളിച്ചോണ്ട് വാ. ചെല്ല്. അമ്മേ. മോളെ, അമ്മ എഴുന്നള്ളി വന്നിരിക്ക. അനുഗ്രഹം വാങ്ങ്. അമ്മേ.
കുമാരെ നീയും ചെല്ലു മോനെ. ആണോ? ചെല്ലു. ദാ, ആടാതെ പോണേ. ഓ അമ്മേ ദേവി അമ്മേ ദേവി ഈശ്വര. ഈശ്വര നിക്കടാ അവിടെ. അമ്മേ ഞാൻ അല്ല ഇതിപ്പോ എന്താ സംഭവിച്ചേ? അമ്മേ എന്തൊക്കെയാ ഇത്? എന്നെ എന്തിനാ അനുഗ്രഹിക്കുന്നേ? കണ്ണിന് മറ, വഴിക്ക് തീ, വിട്ടുമാറാത്ത ബന്ധം. അമ്മേ അമ്മേ ഇയാൾ എന്തൊക്കെയാ ഇപ്പൊ പറഞ്ഞിട്ട് പോയത്? ജാനകി, അയ്യോ. നിന്റെ മോൻ അവന്റെ സ്വന്തം ശത്രുവാ. ശോ. സ്വന്തം ജീവിതം എങ്ങനെ കൊളാക്കുന്ന ആ ഓരോ നിമിഷവും ചിന്തിക്കുന്നേ. ഓ എന്റെ ഇവനുണ്ടല്ലോ, ദൈവമേ. ഇവ ഒരിക്കലും ഗുണം പിടിക്കില്ല. ഇനി നിന്നും സമയം കളയണ്ട. നാളെ കല്യാണം നടക്കണമെങ്കിലേ നമ്മൾ ഇപ്പൊ ഇവിടുന്ന് പോണം. ആ പോകാം. വാ. വാ, വാടാ. അത് ഞാനൊന്നും ചെയ്യില്ല. വാ. ഞാനൊന്നും ചെയ്യില്ല. വാ. ആ പിള്ളേർ വന്നിട്ട് എന്നെ പറയുന്ന ആള് ഞാൻ ചെയ്യും. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ സുധേ. അയ്യോ ഇത്ര പെട്ടെന്നോ? കുറച്ചേരം കൂടി നിന്നിട്ട് പോയാ പോരെ? ആ വേണ്ട, സമയം വൈകി.